രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാമലക്ഷ്മണന്മാർ ജടായുവിനെ കണ്ടു. അവൻ മുക്തനായി, സ്ഥൂല ശരീരത്തിൽ നിന്ന് മുക്തനായി ശരീരത്തെ ദഹിപ്പിച്ചു. അനന്തരം കാട്ടിൽ കൂടെ യാത്ര തുടർന്നു. അപഹരിക്കപ്പെട്ട സീതയെ കാണാതെ ദുഃഖിച്ച് വിവശമായിരിക്കുന്ന മനസ്സോടുകൂടി പടിഞ്ഞാറേ ദിക്കിലേക്കാണ് പോയത് എന്നിവിടെ പറയുന്നു. അപേക്ഷന്തവും വനേ സീതാം ജഗ്മതും പശ്ചിമാം ദിശം. ജടായുവിനെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക്, പശ്ചിമാം ദിശയിലേക്ക് അവർ പോയി. ധാരാളം പൊന്തകൾ, മരങ്ങളൊക്കെ ഉള്ള ഘോരവനം. ആ സ്ഥലത്തെ പേരാണ് ക്രൗഞ്ചാരണ്യം എന്നാണ് പറയുന്നത്. ക്രൗഞ്ചാരണ്യം എന്ന് ആ സ്ഥലത്തിന് പറയുന്നു. ദഹിപ്പിച്ച സ്ഥലത്തിൻ്റെ കുറച്ച് അപ്പുറത്തേക്കുള്ള പേരാണ് ക്രൗഞ്ചാരണ്യം എന്ന് പറയുന്നത്. അവിടെയാണ് മാതംഗ മഹർഷി തപസ് ചെയ്തിട്ടുള്ളതായ മതംഗാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആ മതംഗാശ്രമത്തിൻ്റെ അടുത്തേക്ക് രാമലക്ഷ്മണന്മാരങ്ങനെ നീങ്ങുകയാണ്. അനവധി വൃക്ഷങ്ങൾ, ഘോര പക്ഷി മൃഗങ്ങളെല്ലാം, കൊടിയ വനം എന്നൊക്കെ പറയുന്നതായിട്ട് സ്ഥലമാണ് അവിടെ. അവിടെ വളരെ ആഴമുള്ള ഇരുട്ട് നിറഞ്ഞൊരു ഗുഹ അവർ കാണുകയാണ്. ഒരു ഗുഹയിലേക്ക്, ആ ഗുഹയിൽ നിന്നൊരു വലിയ രാക്ഷസി വികൃത രൂപം ധരിച്ചു വന്നു. ലക്ഷ്മണനെ പിടിച്ചു ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അവളുടെ പേരാണ് അയോമുഖി. അയോമുഖി, അയസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. ഇരുമ്പ് പോലത്തെ മുഖമുള്ളവൾ എന്ന പേരായിരിക്കാം. അർത്ഥമൊന്നുമില്ല കേട്ടോ, അയോമുഖി എന്ന് പേരേ പറഞ്ഞുള്ളൂ. നമുക്ക് ഈ കാട്ടിൽ കൂടിയും പർവ്വതത്തിൽ കൂടിയിട്ടും രമിച്ച് ഉല്ലസിക്കാം. തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ ചേർന്നത് ഭാഗ്യമാണ് എന്നൊക്കെ അവൾ പറഞ്ഞു. വളരെ ചെറിയ തലമുടിയോട് കൂടിയിട്ടും ദമിട്രകളുമുള്ള ഈ രാക്ഷസിയോട് സുന്ദര കോമളരൂപന്മാരായിരിക്കുന്ന രാമനും ലക്ഷ്മണനും എങ്ങനെ ചേരും? മാത്രമല്ല അവരൊക്കെ പത്നിമാരുള്ളവരുമാണ്. ഏകപത്നീവധധാരികളായിട്ടുള്ള, ധർമ്മത്തിൽ നിന്നൊട്ടും വിട്ടുനിൽക്കാത്തതായിട്ടുള്ള അവരോട് പ്രകാരം പറഞ്ഞപ്പോൾ ലക്ഷ്മണന് വേറെ ഓപ്ഷനൊന്നുമില്ല. ശൂർപ്പണഖയുടെ കാര്യത്തിൽ എന്ന പോലെ അവളുടെ മൂക്കമുല ഇതിലായിട്ടതൊക്കെ ഛേദിച്ച് അവളെ വികൃതയാക്കി ആലറി മുറയിട്ടിട്ട് അയോമുഖി പോവുകയും ചെയ്തു. കാത്, മൂക്ക് ഒക്കെ മുറിച്ച് ഒളിക്കുന്ന ചോരയോട് കൂടിയിട്ട് അവൾ വന്ന വഴി ഓടിപ്പോയി. എവിടേക്കാണ് പോയി എന്ന് തന്നെ അറിയില്ല, പിന്നെ പറയണമില്ല. അങ്ങനൊരു കാര്യം, അയോമുഖിയുടെ ഒരു കാര്യം നമ്മൾ അധ്യാത്മരാമായണത്തിൽ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ പുതുമ വേണ്ടേ? അങ്ങനൊരു സംഗതി ഇതിൻ്റെ ഇടയിൽ കൊണ്ടേ കാണുന്നു. ഇതിൽ മാത്രമേ ഉള്ളൂ, മറ്റേലത് പറഞ്ഞിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു, അതായത് രാമൻ, ഹേ ലക്ഷ്മണ, പന്തന്തേ മേ ദൃഢം ബാഹുർ ഉദ്വിഗ്നം ഇവ മേ മനഃ പ്രായശ്ചാപ്യനിഷ്ടാനി പ്രായശ്ചാപ്യനിഷ്ടാനി നിമിത്താനുപലക്ഷയേ. എന്തൊക്കെയോ ദുർനിമിത്തം ലക്ഷ്മണ വീണ്ടും ഞാൻ കാണുന്നുണ്ടല്ലോ. വല്ലാത്ത ഒരു രീതിയിൽ പക്ഷി ശബ്ദിക്കുന്നു. വഞ്ചുളം എന്ന് പേരായിട്ടുള്ളൊരു പക്ഷിയുടെ ശബ്ദം അത്ര നല്ലതല്ല എന്നാണ്. ഏഷ വഞ്ചുളകോ നാമ പക്ഷി പരമദാരുണ ആവയോർ വിജയം യുദ്ധേ ശംസം നിവ വിനർദ്ദതി. പക്ഷേ ചില വഞ്ചുളം എന്ന ഭയങ്കരമായിട്ടുള്ള പക്ഷിയുടെ ആ ഒരു ശബ്ദം എന്തോ ഒരു വിജയം നമുക്ക് ആശംസിക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. കുറേയൊക്കെ ദുർനിമിത്തങ്ങളും കാണിക്കുന്നു. പക്ഷിയുടെ ശബ്ദം നല്ലതായിട്ടും സൂചിപ്പിക്കണു എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷിയുടെ ദുർനിമിത്തം എന്ന് ഞാൻ പറഞ്ഞു, തെറ്റാണ്. ദുർനിമിത്തമല്ല, പക്ഷിയുടെ നല്ലതാണ് വഞ്ചുളം. മറ്റത് കേട്ടതാണ് കുറുക്കൻ്റെ ഓളി മുതലായിട്ട് ചിതി. പക്ഷിയുടെ ശബ്ദം ശുഭസൂചകങ്ങളും നല്ല സൂചകങ്ങളും അതിന് മുമ്പേ ഉള്ള ചില ദുർനിമിത്തങ്ങളും ഇടകലർന്നിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ഒരു അലർച്ച അവർ കേട്ടു. കാടല്ലേ, പലരും ഉണ്ടാവും ആ അലർച്ച. സംവേട്ടിത വിഭാത്യർത്ഥം ഗഹനം മാതരീശ്വന
വനസ്യ തസ്യ ശബ്ദോ ഭൂ ദിവമാഭൂരയന്നിവോ. അന്തരീക്ഷത്തിൽ മുഴുവൻ മാറ്റൊലി കൊള്ളുന്ന ഒരു വലിയ ശബ്ദം കേട്ടു. ആ രാമലക്ഷ്മണന്മാർ അതെവിടുന്നാണോ ഉണ്ടായത് എന്ന് കണ്ടു നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ കഴുത്ത് കാല് രണ്ടും ഇല്ലാത്ത കൈകൾ മാത്രമുള്ളൊരു ഘോര സത്വത്തെ കാണുകയാണ്. അതാണ് കബന്ധൻ. കബന്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ രൂപമില്ലാത്ത ശരീരം, ബീഭത്സമായ ശരീരം, ഭയവും അറപ്പും ഉണ്ടാക്കുന്നത് എന്നൊക്കെ കബന്ധം എന്നുള്ള ആ ഒരു ശബ്ദത്തിന് തന്നെ അർത്ഥം പറയുക അല്ലേ. യുദ്ധക്കളത്തിൽ കബന്ധങ്ങൾ ഒക്കെ നൃത്തം ചെയ്തു എന്ന് പറയും. കബന്ധങ്ങളെങ്ങനെ നൃത്തം ചെയ്യാന്ന് വെച്ചാൽ ജീവൻ മുഴുവൻ പോയിണ്ടാവില്ല. ജീവൻ മുഴുവൻ പോയിണ്ടാവില്ല. എന്നാൽ കൈകാലുകളൊക്കെ അറ്റാലും ചിലപ്പോൾ ജീവൻ ഉണ്ടാവും അത്രേ. എന്നിട്ട് അവരിങ്ങനെ തുള്ളുക പടഞ്ഞിട്ടേ മരണഭയത്തിൽ. അതിനാണ് ഈ കബന്ധങ്ങൾ തുള്ളുക എന്ന് പറയും. ഇപ്പോൾ കബന്ധം എന്ന് പറഞ്ഞാൽ വികൃത രൂപം എന്നാണ് വാക്കിൻ്റെ തന്നെ അർത്ഥം. അതുകൊണ്ടാണ് അവന് കബന്ധൻ എന്ന് പേര് വന്നത്. അപ്പം അതിഗംഭീരമായ ഘോര ശബ്ദത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഒരു രൂപം വന്നു. രാമലക്ഷ്മണന്മാരെ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. വില്ലും വാളുമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഓർക്കാപ്പുറത്തൊരു കൈകളിൽ അകപ്പെട്ട ഭീതി, ഒരു ഞെട്ടൽ രാമലക്ഷ്മണന്മാർക്കുണ്ടായി. ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. ഞാൻ ഏതായാലും ഈ രാക്ഷസൻ്റെ കൈകളിൽ അകപ്പെട്ട് മരിക്കുകയാണെന്നാണ് തോന്നണത്. ഏട്ടനെങ്കിലും രക്ഷപ്പെടണം. എന്നിട്ടോ രാജ്യമൊക്കെ സുഖമായിട്ട് ഭരിക്കുമ്പോൾ വനവാസമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഓർക്കണം, ഞാൻ അപ്പളേക്കും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു ലക്ഷ്മണൻ മരിക്കുന്നുള്ളത്. ഉവാച വിഷണ്ണൻ്റെ ആഘവം രാഘവ അനുജ പശ്യമാം വിഷം വീര രാക്ഷസത്യ വശംഗതം. രാക്ഷസൻ്റെ വശംഗതനായിക്കൊണ്ട് എനിക്ക് മരണം ഉണ്ടെന്ന് തീർച്ച. അതുകൊണ്ട് ഏട്ടൻ രാജ്യം ഭരിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ ഏട്ടാ, ഞാൻ എന്തായാലും മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് ഏട്ടൻ്റെ രക്ഷ മാത്രം നോക്കി, തൻ്റെ രക്ഷ നോക്കിയില്ല. അതാണ് സ്വാർത്ഥത ഇല്ലാത്തതായിട്ടുള്ള രക്ഷ. ആ വികൃത രൂപം പറഞ്ഞു, നിങ്ങൾക്ക് മരണം അടുത്തിരിക്കുന്നു. ഘോരം ദേശം ഇമം പ്രാപ്തോ ദൈവേന മമ ചാക്ഷുഷൗ. ദൈവഗത്യ എനിക്ക് ഈശ്വരൻ തന്നതായിട്ടുള്ള ഭക്ഷണമാണത്. നിങ്ങൾക്കിവിടെ എന്താണ് കാര്യം, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. വദതം കാര്യം ഇഹ വാം കിമർത്ഥം ജാഗതോ യുവാം. നിങ്ങൾ രണ്ടുപേരും എന്തിനായിക്കൊണ്ട് ഇവിടെ വന്നു? മരണം നിങ്ങൾക്കടുത്തു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. എൻ്റെ അടുത്ത് വന്നത് കാരണം അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. എൻ്റെ അടുത്ത് വന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞു രാമൻ, ലക്ഷ്മണ, നമ്മളിപ്പോൾ കുഴപ്പത്തിൽ നിന്ന് വീണ്ടും കുഴപ്പത്തിലേക്കാണല്ലോ പോണത്. സീത അപഹരിക്കപ്പെട്ടു, നമ്മൾ ദുഃഖിതായി. കാട്ടിൽ വന്നു, അത് തന്നെ വനവാസം, ദുഃഖം. രാജ്യം നഷ്ടപ്പെട്ടു, അതൊരു പ്രശ്നം. സീത നഷ്ടപ്പെട്ടു, വീണ്ടും പ്രശ്നം. ഇപ്പോൾ വീണ്ടും ഒരു വലിയ പ്രശ്നം, നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായോ എന്ന് തോന്നുകയാണ്. ഇവൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമോ? ജീവജാലങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ളവരാരും വിധിക്ക് അപ്പുറത്തല്ലാതെ ഒരു തെളിവായിട്ട് കാണുന്നു. നഹി ഭാരോസ്തി ദൈവസ്യ സർവഭൂതേഷു ലക്ഷ്മണ. എല്ലാ ജീവജാലങ്ങളും വിധിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ആ വിധി എന്ന സംഗതിക്ക് അപ്പുറം പോവാൻ, ഇവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നീങ്ങാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഏത് ജീവികൾ ഏത് അസ്ത്രത്തിനാണ് എപ്പോഴാണ് അടിമപ്പെടുക പറയാൻ പറ്റുമോ? അവങ്ങനെ ഓടി നടക്കണു. ഒരസ്ത്രം കൊണ്ട് അതിൻ്റെ കഥ കഴിയാം അല്ലേ? വല വെച്ച് പിടിക്കുകയാണെങ്കിൽ അതിൽ പെട്ടിട്ട് കഴിയാം. വാളുകൊണ്ട് വെട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കഥ കഴിയാം. ഏത് രീതിയിൽ ഏത് ജീവികൾ എപ്പോൾ മരിക്കുമെന്ന് അവയ്ക്ക് പറയാൻ പറ്റുമോ? എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഒരു ജീവി വേറൊരു ജീവിയെ പിടിച്ചിട്ട് മരിക്കാം. പുലി, സിംഹം ഇതൊക്കെ മാനിനെ പിടിച്ച് തിന്നണു. മാനിനപ്പോൾ സ്വാതന്ത്ര്യമുണ്ടോ? ഒരു ജീവിക്കും സ്വാതന്ത്ര്യമില്ല. എത്ര കാലം വരെ അവർ പോകുമെന്ന് അവർക്ക് ഒട്ടും നിശ്ചയ സ്വാതന്ത്ര്യം ഇല്ല. നമ്മളും അതുപോലെ വിധിക്ക് അടിമകളായിരിക്കുന്നു. കാലക്കേട് കൊണ്ട് തകർച്ചയിൽ നിന്ന് വീണ്ടും നമ്മൾ തകർച്ചയിലേക്കാണോ ലക്ഷ്മണ പോകുന്നത്? ഇങ്ങനെ ആ രാമൻ സൗമിത്രിയെ നോക്കി വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഒരുവിധം മനസ്സിനെ ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. വരണത് വരട്ടെ എന്ന് വിചാരിച്ച് ഉറപ്പിച്ചുകൊണ്ട് എല്ലാറ്റിനും തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ പറഞ്ഞു, തിഷ്ടത കിന്നു മാം ദൃഷ്ട ക്ഷുതാർത്ഥം ക്ഷത്രിയർഷഭൂ. ക്ഷത്രിയ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന നിങ്ങൾ എനിക്ക്
ആഹാരമായി ഭവിക്കും തീർച്ച. വളരെ കാലമായിട്ട് ആഹാരം ഇല്ലാണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ വേഗം പറഞ്ഞു, നമുക്ക് ഈ കൈകളാണ് മുറിച്ചാലോ ഏട്ടാ, എന്തിനാണ് വെറുതെ ചിന്തിക്കുന്നത്? താഞ്ച മാംച പുരാ തൂർണം ആദത്തെ രാക്ഷസാദമ തസ്മാ അസിഭ്യാം ആസാശു. അസി പറഞ്ഞ വാളാണ്, അസിഭ്യാം വാളുകൊണ്ട്. തസ്മാ അസിഭ്യാം ആസിയാശു ബാഹു ചിന്താവകേ ഗുരു. വലുതായിട്ടുള്ള ഈ 2 കൈകൾ നമ്മുടെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടിയാട് മുറിച്ചാൽ അതല്ലേ നല്ലത്? നീ എന്തിനാണോ കൂടുതൽ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും നമ്മളെ ഭക്ഷിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെ എന്ത് ചെയ്തു? രാമൻ വലത്തെ കൈ വെട്ടി, ലക്ഷ്മണൻ ഇടത്തെ കൈയും വെട്ടി. വായൊക്കെ പിളർന്നവരെ കൊല്ലാൻ വേണ്ടി ഇറക്കം വരെ നോക്കിയപ്പോൾ ഇടത്തെ കൈ വെട്ടി, വലത്തെ കൈയും വെട്ടി. അങ്ങനെ കബന്ധൻ്റെ ശക്തി മുഴുവൻ ആ കയ്യിലാണ്. അതേ ഉള്ളൂ. കൈ എപ്പോൾ പോയോ അവൻ അലറി താഴത്തേക്കാണ്ട് വീണു, മരിച്ചിട്ടില്ല. അപ്പം ചോദിച്ചു, നിങ്ങൾ ആരാണ്? സ നിത്യത്തോ ഭുജോ ദൃഷ്ട ഷോഡിതോക പരിപ്ലുതാദീന പപ്രച്ചതൗ വീരൗ കൗ യുവാം ഇതി ദാനവ. ഇപ്രകാരം ദാനവൻ ചോദിച്ചു, കൗ വീരൗ, വീരന്മാരായിരിക്കണം നിങ്ങൾ ആരാണ്? എൻ്റെ ഭുജങ്ങളെ ഛേദിക്കാൻ മാത്രം ആയിട്ടുള്ള നിങ്ങൾ ആരാണ് എന്ന് വേഗം പറയണം. ഇതിത്തസ്യ ബ്രുവാണസ്യ ലക്ഷ്മണശുഭലക്ഷണ ശശംസ കാകുഷ്ഠം കബന്ധസ്യ മഹാബല. മഹാബലനായിരിക്കുന്ന ലക്ഷ്മണൻ പറഞ്ഞു, ഞങ്ങൾ ജ്യേഷ്ഠാനിയന്മാരാണ്, അയോധ്യയിലെ ദശരഥൻ്റെ മക്കളാണ്. ഏട്ടനാണ് രാമൻ, ഞാൻ അനുജനാണ്. ഏട്ടൻ്റെ പത്നി ജനസ്ഥാനത്ത് വെച്ച് അപഹരിക്കപ്പെട്ടു. ആ ശ്രീരത്നത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വേഗം പറഞ്ഞു. അപ്പോൾ കബന്ധൻ പറഞ്ഞു, തന്തു കോവാ കിമർത്ഥം വാ കബന്ധ സദൃശോവനെ. ഈ വികൃത രൂപത്തിൽ ഇവിടെ നിൽക്കുന്ന നീ ആരാണ്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു, നീ ആരാണ്? അസ്യേനോ ഓരോ സ്ഥിതി ഇത്തേന ഭഗ്നജംഘോ വിജേഷ്ടസേ. ഭഗ്നജംഘം കാല് ഇല്ലാത്തവൻ, മുറിക്കപ്പെട്ടവൻ, കാലില്ല കബന്ധന്, കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലൊക്കെ ഇല്ലാത്തതായ, കാല് നഷ്ടപ്പെട്ടതായ ജംഘ എന്ന് പറഞ്ഞാൽ കണങ്കാല്, കണങ്കാല് നഷ്ടപ്പെട്ടിരിക്കണു. മുഖവും ഉണ്ട്, പക്ഷെ കഴുത്തില്ല, കഴുത്ത് ഇല്ലാതെ ഒട്ടിയിട്ടാണ്. അപ്പം അങ്ങനെ രൂപത്തിൽ നിൽക്കുന്ന നീ ആരാണ്? അപ്പോൾ കബന്ധൻ പറഞ്ഞു, നിങ്ങൾ രാമലക്ഷ്മണന്മാരാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. കാരണം എൻ്റെ പാപമോചനത്തിന് സമയമായിരിക്കുന്നു. എൻ്റെ കാര്യം ഇനി ഞാൻ പറയാം എന്നങ്ങനെ പറഞ്ഞ് തൻ്റെ കഥയ്ക്ക് പറയാൻ തുടങ്ങി കബന്ധൻ. ഞാൻ ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ മുതലായിട്ടുള്ളവരുടെ പോലെ, ഇവരൊക്കെ പൊതുവേ ഈ തേജസ് ഉള്ളവരെ ഉപമിക്കുകയാണ്. സൂര്യനെ പോലെ തേജസ്സുള്ളവൻ, ചന്ദ്രനെ പോലെ അല്ലേ, അഗ്നി, സൂര്യൻ, ഇന്ദ്രനെ പോലെ വാണു എന്ന് പല ദിക്കിലും കാണാം. അത്രയും നല്ല ഒരു ശരീരമാണ് എനിക്കുണ്ടായിരുന്നത്. ശരീരം ഉണ്ടെങ്കിൽ ആ മായയിൽ മുങ്ങിയവർ അതിൽ അഭിമാനിക്കും. അതിനാണത്ര അതിന് കുറേശ്ശെ വൈരൂപ്യവും അത്ര കേമല്ലാത്ത അവസ്ഥയോ ഒക്കെ കൊടുക്കണമെന്നാണ്, അഹങ്കാരം ഇല്ലാണ്ടിരിക്കാൻ. സ്ത്രീകളാവട്ടെ പുരുഷന്മാരായിട്ട് കുറച്ച് കേമത്തുണ്ട് കണ്ടാൽ നന്നാന്നുണ്ടെങ്കിൽ ആർക്കും അഭിമാനം ഇല്ലാണ്ടിരിക്കുക. പക്ഷെ ഇത് ശാശ്വതമല്ല. എപ്പോഴാണ് വെള്ളിത്തര നര കാണുക നിശ്ചയില്ല അല്ലേ, എപ്പോഴാണ് പല്ല് പോവുക, എപ്പോഴാണ് കവിള് ഒട്ടുക, നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഉണ്ടാവും, ഉറപ്പല്ലേ. പക്ഷെ അത് ഓർക്കണില്ല മനുഷ്യൻ. എൻ്റെ ഈ സൗന്ദര്യവും ഈ കേമത്വം എന്നും നിലനിൽക്കുന്ന പലരുടെയും പാവം എന്ന് പറയട്ടെ വിചാരം. പാവം എന്നവർ പറയാറുള്ളൂ, കാരണം ഇത് എന്ന് നിലനിൽക്കുന്നത് നടക്കുമോ? അപ്പം അങ്ങനെ ഇരിക്കുകയാണ് രാമ. ആ സൗന്ദര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? അഹങ്കരിച്ചു. മായയിൽ അഹങ്കരിച്ച് എനിക്ക് എന്തിനും ഏതിനും മതി എന്നൊരു തോന്നൽ വന്നു. ഞാൻ ഘോരമായിട്ടുള്ള സ്വരൂപം, ഇപ്പോൾ ഇതാ എൻ്റെ സ്വരൂപം കണ്ടല്ലോ, ആ രൂപം സ്വീകരിച്ച് പല മഹർഷിമാരെയും കൊന്നു. അങ്ങനെ പോയിട്ട് സ്ഥൂല ശിരസ് എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ അടുത്തെത്തി. അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ തടഞ്ഞു, തപശക്തി കൊണ്ട് എന്നെ ശപിച്ചു. ഇടയ്ക്ക് മാത്രം ഈ രൂപം എടുത്ത് ഉപദ്രവിക്കുക, അത് കഴിഞ്ഞാൽ നല്ല സ്വരൂപമാവും. അങ്ങനെയാണ് അവൻ്റെ രൂപം. ഇനി നിനക്ക് ഈ ചീത്ത വികൃത രൂപം മാത്രമായി തീരട്ടെ. തോന്നുമ്പോൾ വികൃതാവുക, അല്ലാത്തപ്പോൾ നന്നാവുക, അത് വേണ്ട. ഏതായാലും നിനക്ക് വികൃത രൂപത്തിലല്ലേ താല്പര്യം. ഇനി നീ ഒരിക്കലും സുന്ദരനാവാണ്ട് പോട്ടെ, ഈ വികൃത രൂപം വെച്ച് നടക്കുക
എന്നും പറഞ്ഞ് വികൃതമായിട്ടുള്ള ഭയാനകവും അറപ്പുണ്ടാക്കുന്നതുമായ രൂപമായി തീരട്ടെ എന്ന് എന്നെ ശപിച്ചു രാമ. അങ്ങനെയാണ് ഈ രൂപം എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ കൈകളൊക്കെ മുറിച്ചു. ഇന്ദ്രനെ ഞാൻ എതിരിട്ടു. ബ്രഹ്മാവ് എനിക്കൊരു വരം തന്നു. എന്താ? ദീർഘായുസ്സമേ പ്രാത തഥാമാം വിഭ്രമോ പൃച്ചൽ. നമുക്ക് ദീർഘായുസ് ഞാൻ അനുഗ്രഹിക്കാം. അപ്പം കവചം ചോദിച്ചു, ഇങ്ങനത്തെ ശരീരത്തോട് കൂടിയിട്ട് എന്തിനാണ് ബ്രഹ്മദേവ എനിക്ക് ദീർഘായുസ്? അതെനിക്കൊരു ശാപാവല്ലേ ചെയ്യുക, അനുഗ്രഹമല്ല ആവുക. ഒന്നെങ്കിലും എൻ്റെ രൂപം നന്നാക്കി തരണം, എന്നിട്ട് ദീർഘായുസ് ഉണ്ടായിക്കോട്ടെ. അല്ലച്ച എനിക്കിപ്പം മരിക്കണം. ഇപ്പം ഇങ്ങനെ ദീർഘായുസ് തന്നിട്ട് എന്താ കാര്യം? ഒന്നിനും കൊള്ളൂല്ല. ആയുസ് മാത്രം കൊട്ടയൊക്കെ ഒരുക്കി കൊടുക്കുക. നമ്മളൊക്കെ പറയണത് എന്തിനാ ഈ ആയുസ് എനിക്കിങ്ങനെ തന്ന ഭഗവാനെ? ഇതിലും ഏത് ആയുസ് കുറയ്ക്കല്ലേ? എന്ത് ഈ ആയുസ് കൊണ്ടൊരു കാര്യം? എല്ലാവർക്കും ഭാരമായി, ഒന്നിനും കൊള്ളാണ്ട്. ചിലപ്പോൾ തോന്നല്ലേ ഈ ആയുസ് എന്തിനാ അത്രയൊക്കെ മനുഷ്യന് തന്നത്? കാര്യമില്ല. അതുകൊണ്ട് അറിയേണ്ടതൊക്കെ അറിഞ്ഞു. ഈശ്വര ആനന്ദം മാത്രമേ അറിയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ? അപ്പം മായയിൽ മുങ്ങിയിട്ടുള്ള ജീവൻ്റെ ചിന്തകളാണ് കഥയെ കൂടെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ സ്ഥിതിയാണെന്നാണ് അങ്ങനെ കാണണം. അപ്പോഴതിന് കുറച്ചും കൂടി അർത്ഥം ഉണ്ടാവും. വെറും കഥ എന്ന നിലയിലപ്പുറം ഇല്ലേ? വല്ലാതെ മറ്റുള്ളവർക്ക് ഭാരമായിട്ടും നമ്മളെ കൊണ്ട് കായ്ക്കേണ്ട കാര്യമൊന്നും അവർക്കില്ലെങ്കിൽ നമുക്ക് തോന്നില്ലേ എന്തിനേ ഈ ദീർഘായുസ് തന്നിരിക്കണം? എത്ര ആൾക്കാർ വേഗം പോണു. അതേപോലെ എന്നെ എടുത്തൂടെ ഭഗവാനെ? അത് ഈ കബന്ധം ചിന്തിച്ചു, ദീർഘായുസ് എനിക്ക് വേണ്ട. പക്ഷേ ഇവൻ അപ്പോഴും അഹങ്കാരം പോയിട്ടില്ല. ശക്തനാണ്, രൂപമാണ് എന്നേ ഉള്ളൂ. ഇന്ദ്രനെ എതിരിട്ടു എന്ന് പറയാണ്. എനിക്ക് ആയുസ്സുണ്ട്, അതുകൊണ്ട് ആർക്കും കൊല്ലാൻ പറ്റില്ല. ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല. ഇന്ദ്ര, നമുക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്നാ അങ്ങനെ പറഞ്ഞ് ഇന്ദ്രനോട് എതിരിട്ടപ്പോഴോ ഇന്ദ്രൻ ഈ കബന്ധനെ നേരിട്ടതേ ഉള്ളൂ, കൊന്നില്ല. എന്താ കൊല്ലാണ്ടിരിക്കാൻ കാരണം? ബ്രഹ്മാവ് ദീർഘായുസ് കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ വാക്യം തെറ്റാക്കാൻ പാടുമോ? ബ്രഹ്മാവും ദേവനാണ്, ഇന്ദ്രനും ദേവനാണ്. രണ്ടും അവിടെ ഒരു വർഗസ്നേഹം കാണിച്ചതാണ് ഇന്ദ്രൻ. എന്നെ ഞാൻ കൊല്ലില്ല, കാരണം വിധാതാവായിരിക്കുന്ന ബ്രഹ്മാവ് നിനക്ക് ദീർഘായുസ് തന്നില്ലേ? ദീർഘായുർ മയാ പ്രാപ്തം. ദീർഘമായിട്ടുള്ള ആയുസ് എനിക്ക് കിട്ടിയെന്നത് കൊണ്ട് ഇന്ദ്രൻ എന്നെ കൊന്നില്ല. അപ്പോഴും ഞാൻ മരിച്ചില്ല. ഈ ശരീരം ഭാരമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇന്ദ്ര, ആ വജ്രായുധം കൊണ്ട് എന്നെ വധിക്കില്ലേ എന്നുള്ളത്? ഈ വികൃത രൂപം കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? കൈകൾ പോലും ഇല്ല. ആ വജ്രായുധം തട്ടിയതോട് കൂടിയിട്ടാണ് എൻ്റെ കാലില്ലാണ്ട് അറ്റുപോയി ശരീരത്തോട് ഒട്ടി. അബ്ഡമൻ എന്ന് പറയുന്ന ഭാഗമായിട്ട് കാലാണ്ട് ഒട്ടി, കാലില്ല. തല കഴുത്തില്ലാണ്ട് അതും ഒട്ടി. അങ്ങനെ ഈ വികൃത രൂപത്താൽ ദീർഘായുസ് എനിക്ക് എന്തിനാണ്? ആ വജ്രായുധം കൊണ്ട് എന്നെ കൊന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മാവ് ദീർഘായുസ് തന്നതിനാൽ നിന്നെ കൊല്ലാൻ ഞാൻ മുതിരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജീവിക്കല്ലേ വേണ്ടൂ. ആഹാരം നിനക്ക് വേണ്ടപ്പോൾ എൻ്റെ കൈകളിലെത്തും. ആ കൈകൾ കുറച്ച് ദൂരമാക്കിയിട്ട് കൊടുത്തു. എത്രയോ ദൂരമുണ്ട്. യോജന എന്നൊക്കെ പറഞ്ഞാൽ ഒരു യോജന 3 കിലോമീറ്ററോളം അത്രയും വരിക. അപ്പോൾ അത്രയും 3 യോജന എന്ന് പറഞ്ഞാൽ നിൻ്റെ കൈ എത്ര വേണമെങ്കിലും നിനക്ക് നീട്ടാം. ഏരിയൽ പോലെയും എലാസ്റ്റിക് പോലെയാണ്. എത്ര വേണമെങ്കിലും നിനക്ക് നീട്ടാം. സഞ്ചരിക്കാൻ പറ്റില്ല, കാലില്ലല്ലോ. അപ്പോൾ നീ ആഹാരം എന്തായാലും മുടങ്ങില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ വന്നു പെടും. ആ കൈ കൊണ്ട് പിടിച്ചിട്ട് നീ ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ ഒന്ന് ദീർഘങ്ങളാക്കി ഇന്ദ്രൻ എന്നെ ഒരു വരം തന്നതാണ്. എനിക്ക് ഈ ശരീരം വേണമെന്നൊന്നുമില്ല. പക്ഷെ ഉള്ളപ്പോൾ അതിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഭക്ഷിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഏതൊരു സമയം ത്രേതായുഗത്തിൽ രാമലക്ഷ്മണന്മാർ നിൻ്റെ കൈകൾ ഛേദിക്കുന്നുവോ ആ സമയത്ത് നിനക്ക് നിൻ്റെ യഥാർത്ഥ രൂപം, നിനക്ക് സ്വർഗത്തിലേക്ക് പോവാം. ദേവനായിട്ടുള്ള സുന്ദര രൂപം നിനക്ക് കിട്ടും. ഈ വികൃത രൂപം പോയി കിട്ടും എന്ന് പറഞ്ഞ് ഒരനുഗ്രഹം. അതുകൊണ്ടാണ് രാമലക്ഷ്മണന്മാരായിട്ടുള്ള നിങ്ങളെ കണ്ടത് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞത്. മഹാന്മാരും ദേവന്മാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവുമല്ലോ. ഇന്ദ്രനൊക്കെ പറഞ്ഞാൽ സത്യമാവണമല്ലോ. ത്രികാലജ്ഞാനത്തൊക്കെ ഉള്ള ആളൊക്കെയാണ് ഇന്ദ്രനും ബ്രഹ്മാവും ഒക്കെ. അതുകൊണ്ട് രാമ, ലക്ഷ്മണ, നിങ്ങൾ എൻ്റെ കൈകളിൽ അകപ്പെട്ടത് ഇപ്പോൾ എനിക്ക് ഭാഗ്യമാണ് എന്ന് തോന്നുന്നു. വാളുകൊണ്ട് എൻ്റെ കൈകളൊക്കെ വെട്ടി വേറെയാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ഈ ശരീരത്തെ അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സ്വർഗലോകം കിട്ടുള്ളൂ.
അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. ഈ ശരീരം ഇല്ലാണ്ടാവണല്ലോ രാഘവ. ശാപദോഷത്താൽ എൻ്റെ ജ്ഞാനം ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ സീതയെ അപഹരിച്ച് കൊണ്ടുപോയതിനെപ്പറ്റി നിനക്ക് വല്ലതും അറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ രാമന് എപ്പോഴും. അതങ്ങനെയാണല്ലോ, ഏത് കാര്യത്തിനാണോ നമുക്ക് പ്രാധാന്യം വെച്ചാൽ എപ്പോഴും അതിൽ കൊണ്ടേ മുട്ടിക്കും സംഭാഷണം, വളഞ്ഞു തിരിഞ്ഞ് അവിടെ എത്തും. അപ്പോൾ കബന്ധം പറഞ്ഞു, ഈ ശരീരം കൊണ്ട് എനിക്ക് ദിവ്യജ്ഞാനം കിട്ടില്ല രാമ. ഇത് അജ്ഞാനത്തിൽ കിടക്കുന്ന ശരീരമല്ലേ. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം എന്നെ ചെയ്യുക, തീരെ ദയിപ്പിച്ചതിന് ശേഷം ദിവ്യ ശരീരം എനിക്ക് കിട്ടിയാൽ ആ ശരീരം കൊണ്ട് ഓർത്ത് സീത എവിടേക്ക് കൊണ്ടുപോയി സീതയെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് ദയവായി എന്നെ അഗ്നിയിൽ ദഹിപ്പിക്കുക. ഈ ശരീരം കൊണ്ട് സീതാവൃത്താന്തം പറയാൻ ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിറകുകളൊക്കെ കൊണ്ടുവന്ന് രാമലക്ഷ്മണന്മാർ ഈ കബന്ധനെ ദഹിപ്പിച്ചു. ദിവ്യമായിട്ടുള്ള ശരീരം എടുത്ത് ആ കബന്ധൻ അന്തരീക്ഷത്തിൽ തിളങ്ങി നിൽക്കുന്നതായിട്ട് സമയത്ത് തൻ്റെ ജ്ഞാനം തിരിച്ചു കിട്ടി. പറഞ്ഞു, രാമ, ഈ ഉപായങ്ങൾ എന്ന് പറയുന്നത് 6 ഉണ്ടെന്നാണ്. സന്ധി, വിഗ്രഹം, ധ്യാനം, ആസനം, അതുപോലെ തന്നെ ദ്വൈതീഭാവം, സമാശ്രയം. 5 ഉപായങ്ങളിൽ ഏതാണ് വേണ്ടത് നോക്കിയിട്ട് വേണം ഒരു സന്ദർഭത്തിൽ നമ്മൾ നയം രൂപീകരിക്കാൻ. ഇവിടെ ഇപ്പോൾ മറ്റൊക്കെ പോട്ടെ, കുറേ പറയേണ്ടി വരും. സന്ധി നമുക്കിവിടെ സ്വീകരിക്കാം. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക. മറ്റൊക്കെ യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യണം എന്നൊക്കെയാണ് പറയണത്. ഇവിടെ സന്ധിയെ പറ്റിയിട്ടാണ്. ഇപ്പം അങ്ങൊരു കാര്യം ചെയ്യുക, സന്ധിയാണ് ഇവിടെ വേണ്ടത്. ഇവിടുന്ന് കുറച്ചാണ്ട് ചെന്നാൽ ശബരി ആശ്രമവും കഴിഞ്ഞാൽ പമ്പാ തീരത്ത് സുഗ്രീവനെ കാണാം. മാത്രമല്ല, ഒരാളെ സഹായിക്കാൻ ഏറ്റവും പറ്റിയ ആൾ എന്താണെന്നറിയോ? അയാളെപ്പോലെ ദുഃഖത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ, സമാന ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ. ഇവിടെ ബാലി സുഗ്രീവൻ്റെ പത്നിയെ രുമയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അങ്ങ് പഴകി അറിയും. അപ്പോൾ സുഗ്രീവൻ ഭാര്യ നഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ ദുഃഖം എന്താണ് എന്ന് സുഗ്രീവന് അനുഭവം കൊണ്ട് തന്നെ അറിയാം. അങ്ങ് ബാലിയെ വധിച്ച് ആ രുമയെ സുഗ്രീവന് വീണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സീതയെ കണ്ടെത്താനായിട്ട് അവൻ അങ്ങയെ സഹായിക്കും. ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ദയവായിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക. അതിന് മടിക്കേണ്ട കാര്യമില്ല. സുഗ്രീവൻ താഴെയല്ലേ, വാനരനല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷേ ശക്തനാണ്, അതുണ്ട്, വളരെ ശക്തനാണ്. അനവധി വാനരന്മാർ കൂടെയുണ്ട്. അവർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. സീതയെ പോയി രാവണനെ സകുലം യുദ്ധം ചെയ്ത് വധിക്കണമെങ്കിൽ ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ പറ്റില്ല. തത്തുല്യമായിട്ടുള്ള സൈന്യബലം ഇപ്പുറത്തുണ്ടാവണം. അതുകൊണ്ട് രാമ, സുഗ്രീവനെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കരണീയം എന്ന് പറഞ്ഞ ദിവ്യലോകത്തേക്ക് കബന്ധൻ പോവുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് മതങ്കാശ്രമം ആണ് ഇതിൻ്റെ അപ്പുറത്ത്. ശബരിയുടെ ആശ്രമമുണ്ട്. ധാരാളം പൂക്കളും വൃക്ഷങ്ങളൊക്കെ ഉള്ള ആ സ്ഥാനങ്ങളൊക്കെ കാണാം. ധാരാളം പന്നികൾ, ആനകൾ, മറ്റ് മൃഗങ്ങൾ, മാൻകൂട്ടങ്ങൾ, ക്രൗഞ്ചപ്പക്ഷികളൊക്കെ ഉണ്ട്. മത്സ്യങ്ങളെ അങ്ങേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുട്ട് തിന്നുകയും ചെയ്യാം. അതുപോലെ ഈ മാനിൻ്റെ, പന്നിയുടെ മാംസം, തെളിഞ്ഞ വെള്ളം, ഇതെല്ലാം കായികനികൾ കിട്ടുന്ന മനോഹരമായിട്ടുള്ള മതങ്കാശ്രമം. ഇതേ പോയാൽ കാണാം. അതിനടുത്താണ് ഋഷ്യമൂകാചലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ബാലിക്ക് കയറിക്കൂടാത്തതായ സ്ഥലം. മതങ്കാശ്രമം, ഋഷ്യമൂകാചലം, ശബരി ആശ്രമം, 3 കാര്യത്തെക്കുറിച്ചാണ് കബന്ധൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവിടുത്തെ ആ പൂക്കളൊന്നും കൊഴിയാറില്ല അത്രേ. താമരകൾ, ആമ്പലുകൾ, എന്താ വെച്ചാൽ മറ്റ് മതംഗ മഹർഷിക്ക് വേണ്ടി ശിഷ്യന്മാർ കുറേ കായികനികളും മറ്റ് ഏറ്റി കൊടുന്നപ്പോൾ അവരുടെ വേർപ്പിൽ നിന്ന് ഉണ്ടായ പുഷ്പങ്ങളാണെന്നാണ്. പ്രചേതു മഹീം തൂർണം ശിരാൽ സ്വേദബിന്ദവ, സ്വേദബിന്ദവ വേർപ്പ് തുള്ളി, അതിൽ നിന്നുണ്ടായ പുഷ്പങ്ങളായതുകൊണ്ട് അവിടം ഉള്ള പുഷ്പങ്ങളൊന്നും വാടി വീഴാറില്ല രാമ എന്നും കൂടി കബന്ധം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാതങ്കാശ്രമത്തെക്കുറിച്ച്, ഒടുവിൽ ശബരിയാശ്രമം, അതുപോലെ അതിൻ്റെ മുമ്പേ ഋഷ്യമൂകാചലം, ഈ 3 സ്ഥാനം അങ്ങേക്ക് കാണാം. ധാരാളം മൃഗങ്ങളും അതുപോലെ തന്നെ പന്നി, മത്സ്യം, തെളിഞ്ഞ വെള്ളം, ഇതെല്ലാമുള്ള പമ്പാതീരത്തെ കൂടെയാണ് അങ്ങേക്ക് പോകേണ്ടത്. ആ പ്രദേശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദേവലോകത്തേക്ക് കബന്ധൻ
പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കബന്ധ വൃത്താന്തം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് ശബരിയെ കാണുന്നു. ശബരിക്ക് കൊടുക്കുന്ന ഭക്തിയോഗോപദേശമൊന്നും ഇതിലില്ല, കാരണം രണ്ടും രണ്ട് തരത്തിലാണ് കഥ പോണത്. ശബരിയെ കണ്ടു, ശബരിക്ക് മോക്ഷം കൊടുത്തു, സീത അന്വേഷണത്തിലുള്ള മാർഗം പറഞ്ഞു കൊടുത്തു എന്നും പറയുന്ന ഭാഗമാണ് അടുത്തത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം മേധസ്ഥ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.